അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിത്ത് വിതയ്ക്കാതെ വിളവിന് തയ്യാറെടുക്കാൻ പറ്റുമോ? വിത്ത് വിതയ്ക്കാതെ കൊയ്ത്തിന് വേണ്ടി അല്ലെങ്കിൽ വിളവിന് വേണ്ടി ആരെങ്കിലും വെയിറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും തയ്യാറാകുമോ? ഈ ഒരു ചോദ്യം ചോദിച്ച് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്, പലപ്പോഴും പ്രാർത്ഥനകൾ എന്തുകൊണ്ട് ഫലം കാണാതെ പോകുന്നു എന്നതിൻ്റെ ഉത്തരമാണ്. ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ പലരും വിതയ്ക്കാൻ മറന്നു പോകുന്നു. ഈ വിത്ത് വിതയ്ക്കാതെയാണ് വിളവെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ കൊയ്ത്തിന് വേണ്ടി പലരും നോക്കി ഇരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനകൾ ഫലവത്ത് ആകാതിരിക്കുന്നത്. പ്രാർത്ഥനകൾ ഫലവത്താകാതിരിക്കുന്നതിന് ഒരു റീസണാണിത്. ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കാതിരിക്കുക. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ മെസ്സേജിന് വേണ്ടി ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ ഒരു ഉപമയാണ്. വളരുന്ന വിത്തിൻ്റെ ഉപമ, ദ പാരബിൾ ഓഫ് ദ ഗ്രോയിങ് സീഡ്. സാധാരണയായിട്ട് നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള സുപരിചിതമായ ഒരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. എന്നാൽ ആ ഒരു ഉപമയെക്കുറിച്ചല്ല ഇന്ന് എനിക്ക് പറയാനുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെയുള്ള ഒരു ചെറിയ ഭാഗത്താണ് ഈ ഒരു ഉപമ നമ്മൾ കാണുന്നത്. സാധാരണയായിട്ട് പറഞ്ഞ് കേൾക്കാറില്ലാത്ത ഒരു ഉപമയാണിത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ഉപമ നമ്മൾക്ക് ആദ്യം വായിക്കാം. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് വളരുന്ന വിത്തിൻ്റെ ഉപമ. വെറും 3-4 വാക്യങ്ങൾ മാത്രമുള്ള ഈ ഉപമ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ഇത് ദൈവരാജ്യം വളരുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സാരാംശമാണ് യേശു ഇതിനകത്തൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളത്. എന്നാൽ യേശുവിൻ്റെ മൊഴികളിലുള്ള വലിയ ഡീപ്പർ മീനിങ് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾക്ക് കഴിയാതെ പോകുന്നു. യേശുവിൻ്റെ വാക്കുകളൊക്കെ, ആ സെൻറ്റൻസസുകളൊക്കെ പലപ്പോഴും നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ അതിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന വലിയ ആത്മീയ തത്വങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഉപമയിൽ കൂടി യേശു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ദൈവരാജ്യം വളരുന്നത് എന്നതിനോടൊപ്പം തന്നെ ദൈവരാജ്യത്തിലെ വ്യവസ്ഥകളെക്കുറിച്ചാണ് യേശു കാണിച്ചു തരുന്നത്. ദൈവരാജ്യത്തിലെ വ്യവസ്ഥകൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം എങ്ങനെ പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു ഉപമ എന്താണെന്ന് നമ്മൾക്ക് കാണാം. ആദ്യമായിട്ട് ഈ ഒരു ഉപമ തുടങ്ങുന്നത് വിത്ത് വിതയ്ക്കുന്നതിന് കൂടിയാണ്. ദൈവരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഉപമ അത് അവസാനിക്കുന്നത് ഹാർവസ്റ്റ് അല്ലെങ്കിൽ കൊയ്ത്ത്, അരിവാള് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഇതിനകത്തുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾക്ക് ന്യായവിധി, ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള ഈ അരിവാള് എന്നിങ്ങനെയുള്ള വാക്കുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് യേശു ഉദ്ദേശിച്ചതെന്ന് തോന്നിപ്പോകും. എങ്കിലും ഇതിനകത്തൂടെ യേശു കാണിച്ചു തരുന്നത്, കൊയ്ത്ത് അല്ലെങ്കിൽ ഹാർവസ്റ്റ് കാണണമെങ്കിൽ വിത്ത് വിതച്ചേ മതിയാകത്തുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കൊയ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയങ്ങൾ നേടണമെങ്കിൽ ദൈവവചനമാകുന്ന വിത്ത് വിതച്ചേ മതിയാകത്തുള്ളൂ. ഇവിടെ ഈ ഉപമയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന വിത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. കഴിഞ്ഞ ഒരു 3-4 മെസ്സേജുകൾക്ക് മുമ്പ് ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ ഞാൻ ഒരു മെസ്സേജായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മക്കളാണ്, ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. എന്നാൽ ഈ ഒരു ഉപമയിൽ വിത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് വിതക്കാരൻ്റെ ഉപമയിൽ കൂടിയാണ്. ആ വിതക്കാരൻ്റെ ഉപമയിൽ യേശു എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്, വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ഉപമയുടെ കണ്ടിന്യൂവേഷൻ എന്നതുപോലെ തന്നെയാണ് ഈ ഉപമയും പിന്നീട് യേശു പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വിത്തും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ദൈവവചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ അത് 30, 60, 100 മേനിയായിട്ട് നമുക്ക് വിളവ് ലഭിക്കുന്നു എന്നതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സാരാംശം. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഡീപ്പർ മീനിങ് നിങ്ങളോട് വിവരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം യേശു പറയുന്നത്, ആ മനുഷ്യൻ ഉറങ്ങിയും
എണ്ണീറ്റും രാവും പകലും ഇരിക്കെ, അല്ലെങ്കിൽ രാവും പകലും അവൻ ഉറങ്ങിയും എണ്ണീറ്റും ഇരിക്കുമ്പോൾ വിത്ത് തന്നെ പൊട്ടി മുളയ്ക്കുന്നു. അവൻ അറിയുന്നില്ല അതെങ്ങനെയാണ് പൊട്ടി മുളയ്ക്കുന്നത് എന്നുള്ളത്. ഇതിന് ശേഷം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഇംഗ്ലീഷ് ബൈബിളിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എ മാൻ ഷുഡ് സോ ദ സീഡ് എന്നാണ്. എ മാൻ ഷുഡ് സോ ദ സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത് വിതച്ചേ മതിയാകത്തുള്ളൂ എന്നത് എംഫസൈസ് ചെയ്ത് തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾക്കത് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെല്ലാവരും വായിക്കുക. പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ്റെ പരിമിതി കൊണ്ട് അത്ര ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും രണ്ടും പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, രണ്ട് വേർഷനിലും എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഈ വിത്ത് വിതച്ച് മനുഷ്യൻ ഉറങ്ങിയും എണ്ണീറ്റും ഇരിക്കുമ്പോൾ വിത്ത് തന്നെ പൊട്ടി മുളയ്ക്കുന്നു, ഭൂമി തന്നെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് മലയാളം ബൈബിൾ നമുക്ക് കാണാം. എർത്ത് പ്രൊഡ്യൂസസ് ക്രോപ്പ് ബൈ ഇറ്റ് സെൽഫ്. എർത്ത് പ്രൊഡ്യൂസസ് ക്രോപ്പ് ബൈ ഇറ്റ് സെൽഫ്. ഈ ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ഭൂമി തന്നെ തനിയെ പുറപ്പെടുവിക്കുന്നു എന്നുള്ള, തനിയെ അല്ലെങ്കിൽ ഇറ്റ് സെൽഫ് എന്നുള്ള ഈ ഒരു വാക്കിന് ഗ്രീക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് വളരെയധികം ശ്രദ്ധ അർഹിക്കുന്ന ഒരു പദം തന്നെയാണ്. ഈ ഒരു വാക്കാണ് ഓട്ടോസ് എന്ന പദം. ഓട്ടോസ് അല്ലെങ്കിൽ ഓട്ടോമെറ്റോസ് എന്നും ചില വേർഷൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോമെറ്റോസ് എന്ന ഈ ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഓട്ടോമാറ്റിക് എന്നുള്ള ഇംഗ്ലീഷ് പദം ഉണ്ടായത് തന്നെ. അപ്പോൾ ഈ ഓട്ടോമെറ്റോസ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രവർത്തിക്കുന്ന, മറ്റൊന്നിൻ്റെയും നിയന്ത്രണമില്ലാതെ, മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ സ്വാഭാവികമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന എന്ന അർത്ഥമാണിത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ ഏറ്റുമ്പോൾ, അതല്ലെങ്കിൽ അത് വിശ്വസിക്കുമ്പോൾ, അത് റിസീവ് ചെയ്യുമ്പോൾ, അത് വിശ്വാസ പ്രഖ്യാപനങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിതറുമ്പോൾ, വിത്ത് വിതയ്ക്കുന്ന പോലെ വിതറുമ്പോൾ, വിതയ്ക്കുന്നവൻ ഒന്നും ചെയ്യാതെ തന്നെ ആരുടെയും സഹായമില്ലാതെ ആ വിത്ത് സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഒരു വിത്ത് നമ്മൾക്കറിയാം, ഒരു കർഷകൻ നിലത്തിട്ടാൽ അവൻ അറിയുന്നില്ല അതെങ്ങനെയാണ് വളരുന്നത്, അതെങ്ങനെയാണ് മുള പൊട്ടുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പലപ്പോഴും ഫലം കാണാത്തപ്പോൾ നമ്മൾക്ക് തോന്നും വചനം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അദൃശ്യമായി ഒരു വിത്ത് വളരുന്നത് പോലെ, അദൃശ്യമായി ഒരു വിത്ത് മണ്ണിനടിയിൽ വളരുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ വിശ്വസിക്കുന്ന വചനങ്ങൾ നമ്മൾ കാണുന്നില്ല എങ്കിലും അത് വളരുകയാണ്, അത് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് യേശു ഇതിനകത്തൂടെ കാണിച്ചു തരുന്നത്. ഇതേ കാര്യം തന്നെയാണ് യെശയ്യാവിൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലും ദൈവം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വചനമെന്ന് പറയുന്നത് സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. മൈ വേർഡ്സ് ഷാൽ നോട്ട് റിട്ടേൺ ടു മീ വോയിഡ്. എൻ്റെ വചനം എങ്കിലേക്ക് വെറുതെ തിരിച്ച് വരികയില്ല. ഇൻഹെറൻറ്റ് പവറുള്ള, ഓട്ടോമാറ്റോസ് പവറുള്ള, ശക്തിയുള്ള, സ്വയം പ്രവർത്തിക്കുന്ന, ഒന്നിൻ്റെയും സഹായമില്ലാതെ, ഒന്നിൻ്റെയും നിയന്ത്രണമില്ലാതെ, ഒന്നിൻ്റെയും സ്വാധീനമില്ലാതെ സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ഈ പഴയ നിയമത്തിലെ ഈ വചനവും യേശുവിൻ്റെ ഉപമയിലെ ആ ഒരു കാര്യം, ഓട്ടോമാറ്റോസ് എന്നുള്ള ഭൂമി സ്വയം വിളവ് ഉണ്ടാക്കുന്നു, പുറപ്പെടുവിക്കുന്നു എന്നുള്ള കാര്യവും കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിത്ത് വിതയ്ക്കാൻ ആരംഭിക്കുക. നമ്മുടെ ജോലി വിത്ത് വിതയ്ക്കുക എന്നതാണ്. വിത്ത് വളരുന്നുണ്ടോ, എന്തുകൊണ്ട് വളരുന്നില്ല എന്നുള്ള ചിന്ത നമ്മളെ അലട്ടാതിരിക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്. ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ആ വിത്ത് വളരുക തന്നെ ചെയ്യും, അത് സ്വയം പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ ഇതൊരു പ്രോസസ്സാണ് എന്നതും കൂടെ ഈ ഉപമയിൽ കൂടി യേശു പറഞ്ഞു തരികയാണ്. ആദ്യം ഞാറും, പിന്നെ മുളയും, പിന്നെ കതിരും, കതിരിന്മേൽ മണിയും ഉണ്ടാകുന്നു. ആ മണി വിളയാനും കുറേ സമയമെടുക്കും. അതിനുശേഷമാണ് വിളവെടുപ്പ്, അതിനുശേഷമാണ് വിളവ് എടുക്കാനുള്ള അരിവാൾ ആ മനുഷ്യൻ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. വിത്ത് വിതച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ വിളവ് ഒരു സാധാരണ ഒരു കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും നടക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ വിത്ത്, ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടുകൂടി ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വിശ്വസിക്കുമ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള
ക്ഷമ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധതയും നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് തന്നെയാണ് ഈ ഉപമയിൽ കൂടി പറയുന്നത്. ഈ ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വിത്ത് വളരുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ കൂടി പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് യൂട്ടേൺ എടുത്ത് ദൈവമൊന്നും പ്രവർത്തിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ ഫലം കാണത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്നുമൊക്കെ അകന്നു പോകുന്നത്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് 30, 60, 100 മേനിയായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളവ് കാണിക്കണമെങ്കിൽ, ഫലം കാണണമെങ്കിൽ വിശ്വാസത്തോടുകൂടി വെയിറ്റ് ചെയ്യാനുള്ള സന്നദ്ധതയും വേണമെന്ന് തന്നെയാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരികയും കൂടെ ചെയ്യുകയാണ്, രാവും പകലും അവൻ ഉറങ്ങിയും എണ്ണീറ്റും ഇരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. വിത്ത് വിതച്ചതിന് ശേഷം ദൈവത്തിൽ പ്രത്യാശ വെച്ച് റെസ്റ്റ് ചെയ്യുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് തന്നെ വളരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ ഭാവിയുടെ മേൽ, നമ്മുടെ ജോലിയുടെ മേൽ, നമ്മുടെ ശരീരത്തിൻ്റെ മേൽ, നമ്മൾക്ക് വേണ്ട ഏത് പ്രതിസന്ധിയുടെ മേലാണോ അതിനുതകുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിത്ത് വിതയ്ക്കുന്നത് പോലെ ഇന്നു മുതൽ വിതയ്ക്കുക. അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും വിളവ് തരുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ വിത്ത് വിതയ്ക്കാൻ മറന്നു പോകരുത്. സ്വയം പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇന്ന് വരെ ഒരു പക്ഷേ വിത്ത് വിതയ്ക്കാതെ ആയിരിക്കും, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാതെ, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശ വെക്കാതെ, അല്ലെങ്കിൽ ദൈവവചനം ഫെയ്ത്ത് ഡിക്ലറേഷൻസ് ആയിട്ട് പറയാതെ ആയിരിക്കും പലപ്പോഴും വിളവിന് വേണ്ടി കാത്തിരുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ജീവിതത്തിൽ മാറ്റം വരുത്തുക. വിളവ് കാണാൻ വേണ്ടി ഇന്നു മുതൽ വിത്ത് വിതയ്ക്കുക. വിശ്വാസത്തോടുകൂടി വെയിറ്റ് ചെയ്യുക. ദൈവം വിളവ് തരുന്നത് കാണുക. സോ കം fall in love with Jesus and fall in love with the word of God.